എന്റെ വീട്ടിൽ വന്ന് ദിയാസന ഫെബ്രുവരി 15-ന് ഫെബ്രുവരി 15-ാം തീയതി 12-നും 12:30-ക്കും ഒരു മണിക്ക് ഇടയ്ക്കാണ് നീ ഈ സാധനങ്ങൾ ചെയ്തിരിക്കുന്നത്. നിങ്ങളൊന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. കാരണം എന്തോ ഇനി ഈ അമ്മമാരുടെ പ്രാർത്ഥനയാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബാക്കി കാര്യങ്ങളെല്ലാം ഇക്ക പറയും. ഹായ് ഗൈസ്, കഴിഞ്ഞ ദിവസം സെജ്ന നൂർ ദിയാസനയെ വെല്ലുവിളിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ദിയാസന ആ പറഞ്ഞ ഡേറ്റിൽ അവിടെ സെജ്നയുടെ വീട്ടിൽ പോയിട്ടില്ല. അന്നേ ദിവസം തിരുവനന്തപുരത്തെ സ്നേഹസ്പർശം എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ രജിസ്റ്ററിനകത്ത് ദിയാസനയുടെ പേരും ദിയാസന വന്ന സമയവും അതുപോലെ തന്നെ ഇൻ ആൻഡ് ഔട്ട് ഒക്കെ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോയിലോട്ട് വരാം. ഫസ്റ്റ് നമുക്ക് ദിയാസനയെ വെല്ലുവിളിച്ചിട്ട് സെജ്ന നൂർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഒക്കെ ഒരു പരാതി എന്ന രൂപത്തിലാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് ആ വീഡിയോ കണ്ട ശേഷം ദിയാസനയുടെ വീഡിയോയിലോട്ട് വരാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറിനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറിനും DGP സാറിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സർ, നാളിതുവരെ ഞാൻ ഒരു വിക്റ്റിമായ ഒരു വ്യക്തി വന്ന് പബ്ലിക്കിലൊരു വീഡിയോ ആവട്ടെ, പോലീസ് സ്റ്റേഷനിലാവട്ടെ, ഓപ്പറേഷൻ തൂഫാനായിട്ടുള്ള അവരുടെ കോണ്ടാക്റ്റിലാവട്ടെ, ഇതിലെല്ലാം ഞാൻ വിളിച്ച് ഒരു വ്യക്തിമായ ഒരു വ്യക്തി വിളിച്ച് തെളിവ് സഹിതം കേരളത്തിലെ നമ്പർ 1 വനിതാ ഡീലറായ ദിയാസനയ്ക്കെതിരെ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. നാളിതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല. അവരെ ചെക്ക് ചെയ്യണമെന്നും ഞാൻ അപേക്ഷിക്കുകയാണ് സർ. അതുകൂടാതെ ഇപ്പോൾ എൻ്റെ പേരിലും കുറേ അലിഗേഷൻ വരുന്നുണ്ട്, ഞാനും ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. സർ, എന്നെയും പരിശോധിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇത് എനിക്ക് വേറൊരു മാർഗമില്ലാതെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സാറിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എൻ്റെ വീട്ടിൽ ഞാനൊരു വിക്റ്റിമാണ്. എൻ്റെ വീട്ടിൽ വന്ന് ദിയാസന ഫെബ്രുവരി 15-ന് കുറച്ച് ഫ്രണ്ട്സുമായിട്ട് വന്നിട്ട് ദിയാസനയും ഒരു പയ്യനും കൂടി ഈ MDM യൂസ് ചെയ്തത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതും ആ നിമിഷം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു പേടിച്ച് വല്ലാത്ത അവസ്ഥയിൽ നിന്നും അത് എങ്ങനെ ഡീല് ചെയ്യണമെന്ന് എനിക്കറിയാതെ എങ്ങനെങ്കിലും ഇവരെ പറഞ്ഞയച്ചാൽ മതി എന്ന് പറഞ്ഞു നിൽക്കുന്ന രീതിയിൽ നിന്നപ്പോൾ പോലും എന്നെയും നിർബന്ധിച്ചു. എൻ്റെ കൂടെ ബിഗ് ബോസ് താരമായിട്ടുള്ള കുറച്ച് അവരെയും നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു ഇവർ. ഞാനതിന് തടസ്സം പറഞ്ഞു, എതിര് പറഞ്ഞു, ഞാൻ മാറി. അതിനുശേഷം അന്ന് അങ്ങനെ അങ്ങ് പോയി അവർ. അതിനുശേഷം വീണ്ടും ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരികയാണ് കുറച്ച് പേര് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിനെതിരെ ഞാൻ എതിർത്തത് കൊണ്ട് പുള്ളിക്കാരിക്ക് എൻ്റെ അടുത്ത് ദേഷ്യവും എൻ്റെ പേഴ്സണലായിട്ടുള്ള വീഡിയോസും വോയിസ് റെക്കോർഡും എല്ലാം വെളിയിലിട്ട് ഇത് വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്തുമെന്നുള്ള കുറേ ഭീഷണിയുമായിട്ടാണ് അവർ വന്നത്. ദയവ് ചെയ്ത് സാർ, ഞാൻ ഈ പറയുന്നത് കള്ളമാണെങ്കിൽ സാർ ഞങ്ങൾ രണ്ടുപേരെയും പരിശോധിക്കുക. ഇവിടുത്തെ ഏറ്റവും വലിയ വനിതാ ഡീലറിനെ ആയിരിക്കും സാർ ഇത് കാരണം നമ്മളുടെ കേരളത്തിന് തന്നെ കിട്ടുന്നത്. സാർ, ഇതുപോലത്തുള്ള തെളിവ് സഹിതം വന്ന് ഒരു വിക്റ്റിമായ ഒരാൾ വന്ന് പറയുമ്പോൾ അത് നിയമ നടപടികൾ എടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് സാർ നിങ്ങളോട്. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ് നടത്തുന്ന നമ്മളുടെ കേരളത്തിനായാലും നമ്മളുടെ മറ്റൊരു മാതൃകയാവണം സാർ. ഇത് തെളിവ് സഹിതം പുള്ളിക്കാരിയെ ചെക്ക് ചെയ്താൽ പുള്ളിക്കാരി ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നും അവരെ അറസ്റ്റ് ചെയ്താൽ തെളിഞ്ഞതിന് ശേഷം അവരെ അറസ്റ്റ് ചെയ്താൽ പല ഡീലേഴ്സിനെയും പൊക്കാമെന്നും ഞാൻ അപേക്ഷിക്കുന്നു. ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്കാവട്ടെ പല നല്ല ആൾക്കാർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാർ ഇത് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇത് ഞാൻ എൻ്റെ അവസാന വീഡിയോ ആയിരിക്കും. ഇനി ഞാൻ ഇതിൻ്റെ പുറകെ നടക്കാൻ ഞാൻ എന്നെ കൊണ്ട് മാക്സിമം കഴിയുന്ന, എന്നാൽ ഒരു പെണ്ണിനെ കൊണ്ട് കഴിയുന്ന ഒരു വിക്റ്റിമായ ഒരാൾ ഇതിന് മാക്സിമം ഞാൻ സംസാരിച്ചിട്ടുണ്ട് സാർ. ഇനിയെങ്കിലും ഞാൻ ഇത് നിങ്ങൾ നിയമപടി എടുക്കുമെന്ന്, ഈ നാടിനെ നന്നാക്കുമെന്നും ഇതുപോലുള്ള ആൾക്കാരെ പിടിച്ച് അതിനെ നിയമവശമായി കൊണ്ടുവരുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇത് സംസാരിക്കുന്ന സംസാരം പോലും എന്നെ ഇപ്പോൾ ഭ്രാന്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് സാർ. അതുപോലെ തന്നെ എനിക്കും പേടിയുണ്ട് സാർ. എൻ്റെ വീട്ടിൽ എന്തെങ്കിലും കൊണ്ടുവെക്കുമോ, വീട്ടുകാർക്ക് അപകടം വരുമോ, എനിക്ക് ഭയങ്കര പേടിയുണ്ട് സാർ. അതുകൊണ്ട് ദയവായി സാർ നിങ്ങളൊരു നടപടി എടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് സാർ.
കേരളത്തിൽ ഒരു വനിതാ സ്ത്രീ വന്നിട്ട് ഓൺലൈനിൽ വന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ കേരളത്തിന്റെ മലയാളികളുടെ ഒരു അവസ്ഥ ഞാൻ ആലോചിച്ചു. UDF സർക്കാർ ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള ഒരു ഓപ്പറേഷൻ തുടങ്ങി വെച്ചിട്ട് ഇപ്പുറത്ത് നിന്ന് ഒരു വനിത വന്ന് പറയുന്നു എന്റെ വീട്ടിൽ MDMA എടുക്കാൻ വന്നു, കേരളത്തിലെ ഒരു വലിയ ഡീലറാണ്, MDMA കാരിയർ ആണ് എന്നൊക്കെ വിളിച്ചുകൊണ്ട് പറയുന്നു. എന്തുകൊണ്ട് നമ്മുടെ ഓപ്പറേഷൻ തൂഫാന്റെ ടീം അങ്ങോട്ട് എത്തുന്നില്ല? അപ്പൊ ഇത് കാണുന്ന എന്റെ സുഹൃത്തുക്കൾ, നിങ്ങൾ ഇത് കേരള സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഒരു സ്ത്രീയുടെ ഒരു നിസ്സഹായാവസ്ഥ കാണാൻ വയ്യടെ. അപ്പൊ ഞാനും പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നു. ഇപ്പോ ഇതിനകത്ത് സജിന നൂർ പറയുന്നത് ഫെബ്രുവരി 15-ാം തീയതി 12-നും 12:30-ക്കും ഇടയിലാണ് അവരുടെ വീട്ടിൽ വന്നിട്ട് ഈ സാധനം ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ് സജിന നൂർ പറയുന്നത്. ഇനി അതിന് ദിയാസനയുടെ റീപ്ലൈ എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഹലോ, ഹായ് എവ്രിവൺ. ഞാനിപ്പോൾ ഉള്ളത് വെഞ്ഞാറമൂടുള്ള സ്നേഹസ്പർശം എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. സജിനയ്ക്ക് ഈ സ്ഥലം അറിയായിരിക്കുമല്ലേ? സജിന അറിയില്ല എന്ന് പറയരുത്, സജിനയ്ക്ക് പ്രത്യേകം അറിയാം ഈ സ്ഥലം. കാരണം സജിന ഇവിടെ വന്നിട്ടുണ്ട്, സജിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മാനസികാരോഗ്യം വെല്ലുവിളികളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് അമ്മമാര് നിൽക്കുന്ന സ്ഥലമാണ്. ഇതിന്റെ നടത്തിപ്പുകാരെന്ന് പറയുന്നത് ജലീലിക്കയും സുജിയാണ്. അപ്പോഴേ ബാക്കി കാര്യങ്ങൾ അവർ പറയും. എന്റെ വീട്ടിൽ വന്ന് ദിയാസന ഫെബ്രുവരി 15-ന് ഫെബ്രുവരി 15-ാം തീയതി 12-നും 12:30-ക്കും ഒരു മണിക്ക് ഇടയ്ക്കാണ് നീ ഈ സാധനങ്ങൾ ചെയ്തിരിക്കുന്നത്. നിങ്ങളൊന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. കാരണം എന്തോ ഇനി ഈ അമ്മമാരുടെ പ്രാർത്ഥനയാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബാക്കി കാര്യങ്ങളെല്ലാം ഇക്ക പറയും. ഇപ്പൊ കേട്ടില്ലേ, സജിന നൂർ പറയുന്ന ഡേറ്റിന് ദിയാസന അവിടെ ചെന്നിട്ടില്ല, പകരം സ്നേഹ സ്പർശത്തിലോട്ടാണ് ദിയാസന പോയിട്ടുള്ളത്. അപ്പോൾ ദിയാസന പറയുന്നത് ഇതൊരു കോ ഇൻസിഡൻസ് ആണ്, ഇത് ദൈവത്തിന്റെ ഒരു ഇതൊക്കെയാണെന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്തായാലും അവിടുത്തെ ഇക്കാക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേട്ടു നോക്കാം. മാത്രമല്ല ആ രജിസ്റ്റർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഫെബ്രുവരി 15 എന്ന് പറയുന്ന ഡേറ്റിൽ 2 എൻട്രിയാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. അതിനകത്ത് ഒരു എൻട്രി വന്നിരിക്കുന്നത് ബ്ലൂ ഇങ്കാണ്, സെക്കൻഡ് വൺ ബ്ലാക്ക് ഇങ്കാണ്. പിന്നെ രജിസ്റ്ററിനകത്ത് എഴുതിയിരിക്കുന്ന ആ പേജിന്റെ ലൈനിന്റെ ഗ്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും എന്തെങ്കിലും ഫാബ്രിക്കേറ്റഡ് ആണോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്തു എന്ന് 100% പറയുന്നില്ല. പക്ഷേ അത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംശയമാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യൂ. അപ്പൊ എന്തായാലും ഇക്ക എന്താണ് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. നമസ്കാരം, എന്റെ പേര് ജലീൽ എന്നാണ്. ഞാൻ ഈ വെഞ്ഞാറമൂട് സ്നേഹസ്പർശം സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്റർ നടത്തുന്ന ആളാണ്. അപ്പോൾ ഇന്ന് പുലർച്ചയോടുകൂടി ഞാൻ ഈ സജിന നൂറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ദിയാസനയുടെ വാട്സപ്പിലേക്ക് നോക്കിയപ്പോൾ ഓൺലൈനിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉടനെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദിയാസന ഈ 2-ാം മാസം 2 പ്രാവശ്യം എന്താ അവിടെ വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം വന്നിട്ട് ഏകദേശം പിന്നെ ഒരു ദിവസം ഫുള്ള് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം അന്ന് എറണാകുളത്തോ മറ്റോ പോകാനുണ്ട്, വരുന്ന വണ്ടി എന്തോ ഡിലേ ആണെന്നോ ഒക്കെ പറഞ്ഞിട്ട് അത് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. 9-ാം തീയതി 2-ാം മാസം 9-ാം തീയതി വന്നിട്ടുള്ളത് സൽമാൻ പിന്നെ മേഘ, ഇവരുടെ വിവാഹ വാർഷികമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ആർട്ടിസ്റ്റുകളാണ്. അതെ. പിന്നെ 2-ാം മാസം 15-ാം തീയതി ദിയാസന. ഒന്നുകൂടെ പറയിക്കാതെ. 2-ാം മാസം 15-ാം തീയതി. പിന്നെ കൂടാതെ പല സാഹചര്യത്തിലും ആർട്ടിസ്റ്റുകളെയും കൊണ്ട് വരലുണ്ട്. പിന്നെ ഒറ്റയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം രാവിലെ 10 മണിക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി 11 മണി 10 മണി ഈ സമയത്തൊക്കെയാണ് തിരിച്ചു പോകുന്നത്. അത് സ്പെൻഡ് ചെയ്യാറുണ്ട്. ഒരു ഫംഗ്ഷന് വരുന്നെങ്കിലും സുഹൃത്തുക്കളെ കൂടെ വരുന്നെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു 8-9 മണിക്കൂർ ഇവിടെ ഇവര് സ്പെൻഡ് ചെയ്തിട്ടേ പോകാറില്ല. അമ്മമാരുമായിട്ട് ഡാൻസ്, പാട്ട്, അവരെ എന്റർടൈൻ ചെയ്യുക, ഇങ്ങനത്തെ കുറെ ആക്ടിവിറ്റികളുമായിട്ട് പുള്ളിക്കാരി എൻഗേജ്ഡ് ആണ് ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പുള്ളിക്കാരിയെ കോണ്ടാക്ട് ചെയ്തു. ഞങ്ങൾ ഇവിടെ ഒരു ഞങ്ങളുടെ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇനോഗ്രേഷന് വേണ്ടി പുള്ളിക്കാരി ഇൻവൈറ്റ് ചെയ്യാൻ വിളിച്ചു. പുള്ളിക്കാരി ബിസിയാ, ഞങ്ങളുടെ പ്രാർത്ഥനകളുണ്ട്. ഇനി എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഞാൻ കൂടിക്കോളാന്ന് പറയാം. എപ്പോഴേ അതങ്ങ് ക്ലോസ് ചെയ്തു നമ്മള്. പിന്നെ ഞങ്ങൾ അന്ന് വന്നത് ആ സമയത്ത് സജന വന്നതിന്റെ ഒരു ഇതുണ്ടല്ലോ. അല്ല, സജന വന്നതിന്റെ വീഡിയോ എന്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്.
അപ്പൊ മനസ്സിലാവും സജിന ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ പറയാൻ വന്നത്, സജിന എന്നെ വെല്ലുവിളിച്ചത് 15-ാം തീയതി 12 മണിക്കും 1 മണിക്കും ഇടയിൽ എന്റെ ബ്ലഡ് ടെസ്റ്റോ മുടി ടെസ്റ്റോ എന്നെ ഗവൺമെന്റോ സർക്കാരോ നാട്ടുകാരോ ക്രൂശിച്ച് അടിച്ച് ഇടിച്ച് എന്നെ ഉപദ്രവിച്ച് എന്നെ അങ്ങ് കൊന്നുകളഞ്ഞ് ഏതെങ്കിലും രീതിയിൽ പരിശോധന നടത്താനാണ്. ഞാൻ പരിശോധിക്കാൻ ഇപ്പോഴും വില്ലിങ് ആണ്. പക്ഷെ ഒരു കാര്യം പറയാണ്, അവള് വിളിച്ച ആ ദിവസവും ആ സമയവും ഒക്കെ ഞാൻ നിങ്ങളെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. ഇത് ചിലപ്പോ ഈ ഇവിടുത്തെ അമ്മമാരുടെ ഒരു പ്രാർത്ഥനയായിരിക്കാം ഇതെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഞാൻ അത്രയും ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. ഇത് പറയാനാ ഞാൻ ഇവിടെ വന്നത്. അപ്പോഴേ റസൂൽ പൂക്കുട്ടിയും സജിനയും തമ്മിലുള്ള വിഷയം നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ച മറയ്ക്കാൻ വേണ്ടിയിട്ട് ദിയാസനയുടെ മേലിൽ ഒരു വലിയൊരു അലിഗേഷൻ, എനിക്കും കുടുംബമുണ്ട്, എന്റെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഞാൻ സഹായിച്ചതിന്റെ പേരിലാണ് ഞാൻ ഈ പഴി മുഴുവനും കേൾക്കുന്നത്. ഞാൻ 2-3 ദിവസമായി പലരും വന്ന് എന്റെ അടുത്ത് പല രീതിയിൽ സംസാരിക്കുന്നു. എനിക്ക് പ്രശ്നമില്ല, കാരണം ഞാൻ ഇതുപോലുള്ള വലിയ പ്രതിസന്ധികൾ കടന്നു വന്നവൾ തന്നെയാണ്. എന്നെ കൂട്ടിക്കൊടുപ്പുകാരി, മറ്റവള്, വേശ്യ, ഈ സമൂഹത്തിന് ഒന്നിനും കൊള്ളാത്തവള്, അങ്ങനത്തവള്, ഇങ്ങനത്തവള്, ഇതൊക്കെ ഞാൻ കുറെ വർഷങ്ങളായി കേൾക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ എന്റെ ഫേസ്ബുക്കിന്റെ അടിയിൽ ഒരുപാട് സംഘപരിവാർ അജണ്ടകളോട് കൂടിയ ആളുകൾ വന്ന് എന്നെ അങ്ങ് ആക്രമിച്ച്, ഒരു മുസ്ലിം സ്ത്രീ ആയതിന്റെ പേരിൽ എന്നെ അങ്ങ് ആക്രമിച്ച്, എന്റെ മതത്തെ വച്ചിട്ട് എന്നെ ആക്രമിച്ച് എന്നെ ഇല്ലാതാക്കുന്ന തരത്തില് നിങ്ങൾ എന്റെ ജെൻഡറിനെ, എന്റെ സെക്ഷുവാലിറ്റിയെ, ഞാനെന്ന് പറയുന്ന വ്യക്തിത്വത്തെ, ഞാനൊരു കാര്യം പറയാം, ഞാൻ എവിടെയും തോറ്റു പിന്മാറി പോകുന്ന ഒരാളല്ല. ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കും. എന്റെ മടിയിൽ കനമില്ല. ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് സമൂഹത്തിന്റെ ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കുകയും ചെയ്യും. പക്ഷെ എനിക്കിതിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. സജിന ചെയ്തുകൊണ്ടിരിക്കുന്നത്, സജിന ചെയ്തത് ഒരിക്കലും മറക്കുകയില്ല. ഞാൻ അതിന്റെ പുറകിൽ നിന്ന് ഇനി എന്നെ കൊന്നു കളഞ്ഞാൽ പോലും ഞാൻ പിന്മാറത്തുമില്ല. സജിനയുടെ റസൂൽ പൂക്കുട്ടിയുടെയും കഥ ഒരിക്കലും അവസാനിക്കാനും പോകുന്നില്ല. അത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇത് ചെറുതൊന്നുമല്ല, ഇനി വലുത് വരാനിരിക്കുന്നതേ ഉള്ളൂ. എനിക്കിത് പ്രൂവ് ചെയ്യണമായിരുന്നു ഗൈസ്. എന്റെ സംസാരത്തിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഇറിറ്റേഷൻ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്റെ മാത്രം ഒരു പ്രശ്നമാണ്. അത് നിങ്ങൾക്കൊക്കെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. അത് ശരിയാണ് കേട്ടോ. ചിലപ്പോൾ അവിടുത്തെ അമ്മമാരുടെ പ്രാർത്ഥനയായിരിക്കാം, എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. നമ്മളവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഇടപെടേണ്ട ഒരാളല്ല. പക്ഷേ എങ്കിൽ കൂടിയിട്ട് ഇത് സമൂഹ മാധ്യമത്തിൽ വന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഇതിനെ റിയാക്ട് ചെയ്യുന്നത് മാത്രമാണ്. പിന്നെ വേറൊരു കാര്യം, ദിയാസന സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ പുറകിൽ ശ്രദ്ധിച്ചു, അവിടെ ഒരു CCTV ഉണ്ട്. ആ CCTVയുടെ ദൃശ്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, കറക്റ്റ് റെക്കോർഡ് നമുക്ക് അറിയാൻ കഴിയും. പിന്നെ ആ റിസപ്ഷനിൽ ഇരിക്കുന്ന ചേച്ചി പറയുന്നത് നിങ്ങൾ കേട്ടോ, ദിയാസന അവിടെ വരുന്ന സമയത്ത് മാക്സിമം ടൈം എടുത്തിട്ട് 8, 9, 10 മണിക്കൂറൊക്കെ എടുത്തിട്ട് അവിടെയുള്ള അമ്മമാരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പാട്ട്, ഡാൻസൊക്കെ ആയിട്ട് അവിടെ നിൽക്കാറുണ്ട്. അതിനർത്ഥം ഒരു ഡേ ഫുൾ അവിടെ തന്നെ എൻഗേജ്ഡ് ആവാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? സജിന പറയുന്ന ആ ഡേറ്റിൽ ദിയാസന അവിടെ പോയിട്ടില്ല. കാരണം പുള്ളിക്കാരി ഇവിടെ സ്നേഹസ്പർശത്തിലാണ് പോയിട്ടുള്ളത്. അവിടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഒരിക്കലും സജിനയുടെ വീട്ടിൽ പോയിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു പ്രൂഫ് കൂടി ആയിരിക്കാം ഇത്. അതുകൊണ്ടായിരിക്കും ദിയാസന ഇവിടെ പോയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ദിയാസന ഇതിനകത്ത് മതവും രാഷ്ട്രീയമൊക്കെ പറയുന്നുണ്ട്. പുള്ളിക്കാരി മുസ്ലിം ആയതിൻ്റെ പേരിൽ BJP-ക്കാർ പുള്ളിയുമായിട്ട് നിരന്തരം വേട്ടയാടുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അതൊന്നും ഇവിടെ പറയേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ദിയാസന പറയുന്നത് സജിനയുടെയും റസൂൽ കുട്ടിയുടെയും കഥ ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല, ഇത് തുടർന്നു കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഗൈസ്, ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തൂ. പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പും കൂടെ കൊടുക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.